ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ പ്രതികൾക്ക് ജാമ്യം ലഭിച്ചു തുടങ്ങിയതോടെ SIT അന്വേഷണത്തിലെ സർക്കാർ ഇടപെടൽ ആയുധമാക്കി UDF പ്രക്ഷോഭം ഘടിപ്പിക്കുകയാണ്. നിയമസഭയിലെ പ്രതിപക്ഷ പ്രക്ഷോഭത്തിന്റെ സ്വഭാവം മാറി. ചോദ്യോത്തരവേള മുതൽ നിയമസഭ സംഘർഷഭരിതമായി. സാർ, മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ സമ്മർദ്ദം കൊണ്ടാണ് സാർ SIT ഇങ്ങനെ ചെയ്യുന്നത്. സാർ, അതുകൊണ്ട് ഞങ്ങൾ സമരം കടുപ്പിക്കാൻ തീരുമാനിച്ചു. ഞങ്ങൾ ഈ സഭയിലും ഞങ്ങൾ ആ സമരം ഈ സഭയ്ക്കകത്തേക്കും തുടരാൻ തീരുമാനിച്ചിരിക്കുന്നു. ഞങ്ങൾ സഭാ നടപടികളുമായി സഹകരിക്കുന്നില്ല എന്ന് അങ്ങേ അറിയിക്കുന്നു. സാർ, സ്പീക്കറുടെ ഡയസിന് മുന്നിൽ സ്വർണ്ണക്കൊള്ള വിഷയമാക്കി പ്ലക്കാർഡുകളും ബാനറുകളുമായി പ്രതിപക്ഷം മുദ്രാവാക്യം വിളിച്ച് ബഹളം തുടങ്ങി. ബഹളത്തിലും ചോദ്യോത്തരവേള സ്പീക്കർ തുടർന്നു. പ്രകോപനവുമായി ഭരണപക്ഷ അംഗങ്ങളും സീറ്റ് വിട്ടിറങ്ങി മുദ്രാവാക്യം വിളിച്ചു. നിയമസഭയിൽ യഥാർത്ഥത്തിൽ സ്വർണം കെട്ടത് ആരപ്പ? കോൺഗ്രസ് ആണ് അയ്യപ്പ. സംരക്ഷിക്കുന്ന ആരപ്പ? സോണിയാഗാന്ധിയാണ് അയ്യപ്പ എന്നാണ് സാർ എഴുതി വെക്കേണ്ടത്. ഇതോടെ 9 മണി മുതൽ 9:40 വരെ കണ്ട പ്രതിപക്ഷ പ്രക്ഷോഭത്തിന്റെ സ്വഭാവം മാറി. അൻവർ സാദത്ത് MLA സ്പീക്കറുടെ ഡയസിലേക്ക് ചാടിക്കയറി. വാച്ച് ആൻഡ് വാർഡ് തള്ളി നീക്കി. പ്രതിഷേധം അതിരുവിട്ടതോടെ ചോദ്യോത്തരവേള മതിയാക്കി സ്പീക്കർ മടങ്ങി. 10 മണിക്ക് സ്പീക്കർ ശൂന്യവേളയ്ക്ക് തിരിച്ചെത്തിയപ്പോൾ കണ്ടതിലും വലിയ പ്രതിഷേധമായിരുന്നു കാത്തിരുന്നത്. അങ്ങേയറ്റം നിർഭാഗ്യകരമാണ്. സ്പീക്കറുടെ ഡയസിലേക്ക് ഇരച്ചു കയറിയ രീതി ശരിയായില്ല. ജനാധിപത്യത്തിനെ കുറിച്ച് വലിയ പ്രസംഗം നടത്തുന്നവരാണ് നിങ്ങൾ. അതുകൊണ്ട് നിങ്ങൾ പാലിക്കേണ്ട മര്യാദയാണ്. ഡയസിൽ കയറിയതിനെ സ്പീക്കർ അപലപിച്ചതോടെ വീണ്ടും പ്രതിപക്ഷ അംഗങ്ങൾ ഒരു വശത്ത് ഡയസിൽ കയറാൻ ശ്രമിച്ചു. വാച്ച് ആൻഡ് വാർഡ് സ്പീക്കറുടെ മുന്നിൽ ഉയർത്തിയ ബാനർ പിടിച്ചു വാങ്ങി. കയ്യാങ്കളിയായി. സ്പീക്കറുടെ മൈക്കിലും പ്രതിപക്ഷ അംഗങ്ങൾ കൈവച്ചു. സ്പീക്കറുടെ ഡയസിനരികിൽ നിന്ന പ്രതിപക്ഷ അംഗങ്ങളെ വാച്ച് ആൻഡ് വാർഡ് വലിച്ചു നീക്കി. പിന്നാലെ മാത്യു കൊൾനാടൻ ഡയസിൽ ചാടിക്കയറി. എല്ലാത്തിനും സാക്ഷിയായി മുഖ്യമന്ത്രി പിണറായി വിജയൻ സഭയിലുണ്ടായിരുന്നു. 9 മിനിറ്റ് കൊണ്ട് സഭാ നടപടികൾ നിർത്തിവെക്കാൻ സ്പീക്കർ നിർബന്ധിതനായി. എല്ലാ കുഴപ്പവും ഉണ്ടാക്കിയത് വാച്ച് ആൻഡ് വാർഡെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. വെല്ലിലിറങ്ങി പ്രതിഷേധിച്ച പ്രതിപക്ഷത്തിന്റെ ബാനർ പിടിച്ചു വാങ്ങി ഞങ്ങളെ പ്രകോപിപ്പിക്കാനാണ് ശ്രമിച്ചത്. അക്രമം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചത്. ഞങ്ങളൊരു അക്രമം ഉണ്ടാക്കിയിട്ടില്ല. രൂക്ഷ വിമർശനം നടത്തിയ സ്പീക്കർ AN ഷംസീർ വാച്ച് ആൻഡ് വാർഡിനെ ന്യായീകരിച്ചു. വാച്ച് ആൻഡ് വാർഡ് ഒന്നും ചെയ്തിട്ടില്ല. വാച്ച് ആൻഡ് വാർഡിന് വേണ്ട സ്പീക്കർക്ക് ഡയറക്ഷൻ കൊടുക്കാൻ പറ്റുമായിരുന്നു, പക്ഷെ ഒന്നും ചെയ്തിട്ടില്ല. ഡയസിൽ കയറിയ മാത്യു കൊൾനാടനെ ഉന്നമിട്ട് മുഖ്യമന്ത്രിയുടെ വിമർശനം. ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷണത്തിൽ ഹൈക്കോടതിക്ക് തൃപ്തിയെന്നും മുഖ്യമന്ത്രിയുടെ വിശദീകരണം. ഞാനും കൂടി കയറട്ടെ എന്നുള്ള മട്ടിൽ മറ്റൊരംഗം, അദ്ദേഹം നിയമവിദഗ്ധനാണെന്നാണ് പറയുന്നത്. അപ്പോൾ നിയമപരമായിട്ട് തന്നെ ചാടുകയാണ് അദ്ദേഹം. അവിടെ കയറി അദ്ദേഹവും കാര്യങ്ങൾ കാണിക്കുകയാണ്. SIT കുറ്റപ്പെടുത്തിയത് സിംഗിൾ ബെഞ്ചാണെങ്കിലും ഹൈക്കോടതിയാണെന്ന് പ്രതിപക്ഷ നേതാവ്. കോടതി കൃത്യമായിട്ട് പറഞ്ഞു, കുറ്റപത്രം നൽകാത്തതിനാലാണ് പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം ലഭിക്കുന്നതെന്നും ഇത് പൊതുജനങ്ങളിൽ സംശയമുണ്ടാക്കുന്നതെന്നും കോടതി പറഞ്ഞു. 2 മണിക്കൂറോളം സഭയിൽ ശബരിമല സ്വർണ്ണക്കൊള്ള ഉന്നയിച്ച പ്രതിപക്ഷം ഇന്നത്തെ സഭാ നടപടികളെല്ലാം ബഹിഷ്കരിച്ചു. നിയമസഭയിൽ നിന്നും പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്.